ഹായ് കൂട്ടുകാരെ, ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഞങ്ങളിവിടെ ഹാപ്പിയാണ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു മുടി സംരക്ഷണ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് മുട്ടത്താളിയാണ്. അപ്പോൾ മുട്ടത്താളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിനായിട്ടുള്ള ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലയൊക്കെ പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ താളി ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് ചെമ്പരത്തിപ്പൂവും ഇലയും ഒക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പൂവൊക്കെ കൂടുതലായിട്ട് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവിടെയാണെങ്കിൽ കുറച്ച് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു മുട്ടയാണ്. മുട്ട നമ്മളിവിടെ എടുക്കുമ്പോൾ അതിൻ്റെ വെള്ള മാത്രം എടുത്താൽ മതിയാകും. കാരണം മുട്ടയുടെ മഞ്ഞയ്ക്ക് ഒരു വല്ലാത്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ലേ, അത് മുടിയിൽ നിന്ന് പോകാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് മഞ്ഞ കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. ഞാനിവിടെ അതിൻ്റെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ഇലയൊക്കെ കല്ലിലൊക്കെ ഇട്ട് അരച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ മുടിയിലൊക്കെ പായ്ക്കുകളും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് പായ്ക്ക് തന്നെ ആയാലും നമ്മൾ ഇതുപോലെ ഒരു തുണിയിൽ അരിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമ്മുടെ മുടിയിൽ ഈ പൊടികളും അതിൻ്റെ പൊടികളും കാര്യങ്ങളും ഒക്കെ ഇരുന്നിട്ട് താരനുണ്ടാകാനും താരനുള്ളവരുടെ തലയിൽ അത് കൂടാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് എപ്പോഴും പായ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതൊന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പായ്ക്കുകളൊക്കെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിലുള്ള ദിവസങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുക്കാം. കാരണം ഇപ്പോൾ ഡെയിലി മഴയാണല്ലോ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ പായ്ക്കുകളൊക്കെ അധികം ഇടുമ്പോൾ തണുപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ആയാലും മുതിർന്നവർക്കായാലും പനിയും അതുപോലെ തന്നെ അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നല്ലൊരു ദിവസം പായ്ക്കുകളിടാനായിട്ട് നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസം തന്നെ തിരഞ്ഞെടുക്കുക. മഴ സമയത്ത് അധികവും നമ്മൾ പായ്ക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിനകത്ത് നമ്മൾ താളിയൊക്കെ റെഡിയാക്കിയിട്ട് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അടിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് അടിച്ച് താളിയുമായിട്ട് ചേരണം. അപ്പോൾ ഞാനിതൊക്കെ കൂടുതലും ചെയ്ത് കൊടുക്കാറുള്ളത് മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നല്ല വെയിലുള്ള ഒരു സമയം തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളതും. പിന്നെ ഇവരെ ഇതിനൊക്കെ പിടിച്ചിരുത്തുക എന്ന് പറയുന്ന ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. കാരണം കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദേ നമ്മുടെ കുട്ടപ്പൻ്റെ മക്കളാണിതൊക്കെ. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് മടിയിൽ വെച്ച് കൊടുത്ത് ആ ഒരു സമയത്താണ് ഞാനിതൊക്കെ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അന്നേരം കുറച്ച് നേരമൊക്കെ അവർ ഇരുന്നോളും. അപ്പോൾ നമ്മളിത് മുടിയിലൊക്കെ തേക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പായ്ക്കുകളൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത്, കാച്ചെണ്ണയാണെങ്കിലും അല്ലാത്ത നോർമൽ വെളിച്ചെണ്ണയാണെങ്കിൽ പോലും അത് ജസ്റ്റ് ഒന്ന് കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുടിയിലും അതുപോലെ തന്നെ തലയോട്ടിയിലും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലെ കെട്ടൊക്കെ ഒന്ന് കളയണം. ഒരു കെട്ടെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ബാക്കി വരുന്നത് നമുക്ക് മുടിയിലും തേച്ച് കൊടുക്കാം. മുടിയെ സ്നേഹിക്കുന്നവരെയൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള ടിപ്സൊക്കെ മുടിക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കെമിക്കൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ കൂടെ ഒരു താളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് മുടിക്ക് നന്നായിരിക്കും. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയുമൊക്കെ കേശ സംരക്ഷണത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ചെമ്പരത്തി താളി മുടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് മുടി കൊഴിച്ചിൽ തടയാനും മുടി തഴച്ച് വളരാനും സഹായിക്കുന്നു. കൂടാതെ മുടിക്ക് തിളക്കവും ആരോഗ്യവും നൽകുന്നു. ചെമ്പരത്തി താളിയിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മുട്ടയിലെ പ്രോട്ടീൻ മുടിയുടെ ഇഴകളെ ബലപ്പെടുത്തുകയും പൊട്ടൽ കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ മുടിക്ക് തിളക്കം നൽകാനും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് മുട്ട. അങ്ങനെ നമ്മൾ പായ്ക്കൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊരു 10-20 മിനിറ്റ് നമുക്ക് മുടിയിൽ തന്നെ വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെറും വെള്ളത്തിൽ കഴുകിക്കളയാം.
മുട്ടയുടെ വെള്ള ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വേണം കഴുകി കളയാൻ. അതുപോലെ തന്നെ ഇനി മുട്ട ചേരാത്ത എന്തെങ്കിലും പായ്ക്കാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഷാമ്പു ഉപയോഗിച്ച് കഴുകേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അത് വെറും വെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകി കളയാം. ഹെയർ മാസ്ക് നമുക്ക് നമ്മുടെ മുടിയുടെ ചില ലക്ഷണങ്ങളിലൂടെയൊക്കെ മുടിക്ക് ഇത് ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മുടി കൊഴിച്ചിൽ, മുടി വരണ്ടു പോലെ, പൊട്ടിപ്പോവുക എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക്, അല്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.